മറൈന കേരളത്തിലോട്ട് പോവാം കേട്ടോ. സിംഗപ്പൂർ ഓഷ്യൻ ഏരിയ. സിംഗപ്പൂർ ഓഷ്യൻ ഏരിയ അതിന്റെ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അത് ശരിക്കും ഒരു ഫിഷിന്റെ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളതിന്റെ ഫിഷിന്റെ വായ്ക്കകത്തൂടെ കയറി വാലിക്കൂടെ ഇറങ്ങും. അത് വയറിനകത്തൂടെ നമ്മൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ആംബിയൻസ് ആണ് അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ ഒരു മീൻ മാവ് പൊളിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ അത് ചെയ്ത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്താൽ കയറുന്ന അകത്തോട്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തോട്ട് കയറുകയാണ്. നമ്മുടെ കൊടി മുന്നിൽ പോകുന്നുണ്ട് ഫോർച്യൂണിന്റെ. രാവിലെ തന്നെ നല്ല തിരക്കായി. നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പലരും പല വഴിക്കായി പോകും. അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് അവരുടെ ക്യാപ്പും പിന്നെ ഈ ഫ്ലാഗും. ഇതാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ ജെൽസൺ. നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മളങ്ങനെ അകത്തേക്ക് കയറി സിംഗപ്പൂർ ഓഷ്യൻ ഏരിയത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഉറപ്പായിട്ടും എല്ലാം നിങ്ങളെല്ലാം എടുക്കുന്നുണ്ട്, ഇതിനകത്ത് കിട്ടുന്നുണ്ട്. യൂട്യൂബിന്റെ ഈ ലിങ്ക് ഇട്ട് കൊടുത്ത് എവിടെ ഇരുന്നാലും കാണാം. നല്ല തണുപ്പ്. അതെ, ഹായ് വെച്ചോ. അത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ സൂപ്പർ. പക്ഷെ ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാല് അതിന്റെ അകത്ത് കയറിട്ട് കയറിയാ കഴിഞ്ഞാൽ ചൂടിന് അവിടെ അത് നമുക്ക് സമയം പോകുന്ന പരിപാടിയാണ്. ഇത് ഫുള്ള് AC ആണ്. അകമാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ചത് കയറാൻ പോകുന്നുള്ളൂ കേട്ടോ. മെയിൻ എൻട്രൻസ് ആയില്ലെന്ന് തോന്നുന്നു. പല മീനുകളുടെയൊക്കെ ഹിസ്റ്ററിയൊക്കെ കൊടുത്തേക്കുന്നു. അടിപൊളി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ശരിക്കും പല ആൻഡമാനിൽ പോയപ്പോഴേ ഈ സാധനം ആണോ? ഓ ശരി. എവിടെ വെച്ചായിരുന്നു? ആൻഡമാനിൽ. ഓക്കെ. കനോൺ ബോൾ സീ ജെല്ലി അല്ലേ? സീ ജെല്ലി, കനോൺ ബോൾ. ശരിക്കും അപ്പൊ ഇത് സീ വാട്ടർ ഫ്രൈഡ് എഗ് സീ ജെല്ലി. ഓ അടിപൊളി കേട്ടോ. അത് ശരിക്കും ഒരു മൊട്ട മ്യൂസ് അടിച്ചു വെച്ചേക്കുന്നുണ്ട്. അതിന്റെ ഷേപ്പ് അനങ്ങുന്നുണ്ടോ? അതാ പറഞ്ഞത്. അത് തൊപ്പി പോലെ ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ. ഇതുണ്ടോ? അത് വേറൊരു ഇതെല്ലാം കടലിലുള്ള മീനുകളാണല്ലോ എന്ന് പറയാം. മീനുകൾ ഇത് ഓരോ ജീവികളാണ്. ഇതിനെ ഫിഷ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ ഒത്തിരിയും വിഷാംശമുള്ളതാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറയാതെ ഒരു ആനമലി പോയപ്പോഴത്തേന് നമ്മുടെ കാലൊക്കെ അടിച്ചിട്ട് ഇത് ശരിക്കും ഒരു അലർജി ഉണ്ടായത് പറയുമായിരുന്നു. അത് വേറൊരു വെറൈറ്റി അപ്പുറത്തോട്ട് നോക്കി. ഈ ഒരു അറ്റ്ലാന്റിക് സീ നെറ്റിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പാരച്ചൂട്ട് തിരിച്ചു വെച്ചിട്ട് പോരുകയല്ലേ അല്ലേ? അതിന്റെ വാലാന്ന് തോന്നുന്നു, ഈ വള്ളി പോലെ അടിപൊളി. നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേന് നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ പാരച്ചൂട്ട് ചാടുന്ന കേട്ടില്ലേ? അപ്പം ആ പാരച്ചൂട്ട് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഉണ്ട്. ഇത് മീൻ്റെ ചലനം കണ്ട് നൂല് പോലെ വാല് കിടക്കുന്നുണ്ടോ? ശരിക്കും അല്ലേ? നമ്മള് പാരച്ചൂട്ടെന്ന് ചാടി കഴിയുമ്പോഴേ തിരിഞ്ഞെങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഉണ്ട്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇത് പസഫിക് സീ നെറ്റിൽ നിന്നായിരിക്കും ഇതിന്റെ. അതിന്റെയാണ് അത്. ഇത് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ.
ഇതിന്റെ കളർ വ്യത്യാസമുണ്ട്. ഇത് ഇത് കളർ വ്യത്യാസമുണ്ട്, മറ്റേനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര വലുതാണ്. വ്യത്യാസമുണ്ട്. നല്ല വലിപ്പ വ്യത്യാസമുണ്ട്. ആ, ഇതുണ്ട് ഒരു വലിപ്പ വ്യത്യാസം. കൂണിന്റെ ഷേപ്പ്. ഇതുണ്ടത്. ശരിക്കും ഒരു കൂണിന്റെ ഒക്കെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ആ ഇത് നമ്മൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാരച്ചൂട്ടെന്ന് ചാടുമ്പം പാരച്ചൂട്ട് വിടരുകയല്ലേ, ആ ഒരു അതൊരു ശരിക്കും ഇവിടെ ഒരു ബൾക്കായിട്ട് തന്നെ ഉണ്ട്. ഒരു ഗ്രൂപ്പാണ്, അവരതിനെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കുറേ എണ്ണത്തിനെ ഒരുമിച്ചാണ്. ശരിക്കും ഇത് സീ വാട്ടറിനകത്താണ് അത് കീപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതെല്ലാം സമുദ്രജീവികളാണല്ലോ, അതുകൊണ്ട് തന്നെ കടൽ വെള്ളമാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് പർപ്പിൾ സ്ട്രൈപ്ഡ് ഇതും വേറെ റേറ്റ്, അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി അത് വേണം പറയാം. ആ രീതിയിൽ തന്നെയുള്ള ഇത് അടുത്ത വെറൈറ്റി കേട്ടോ. വെറൈറ്റിയാണ്. ഇതിന്റെ എല്ലാം ഷേപ്പ് ഒന്ന് തന്നെ, കളറിലും അതിന്റെ വലുപ്പത്തിലും ഉള്ള വ്യത്യാസമാണ്. ഇതുണ്ടോ അതിന്റെ നൂല് പോലെ? അതെ, ആ നൂലിനാണെങ്കിൽ പോലും കളർ വ്യത്യാസമുണ്ട്. അവിടെ കൂട്ടമായിട്ട് നടക്കുന്നു, ഇവിടെ ഒറ്റയ്ക്ക് നടക്കുന്നു. ശരിക്കും ഒരു ഇത് വൈറ്റ് സ്പോട്ടഡ് സീ ജെല്ലി. ഇത് സൂപ്പർ ആട്ടോ. കടൽ ജെല്ലികളായതുകൊണ്ട് തന്നെ. അതെ, ഇതിനൊരു യെല്ലോ കളർ ഉണ്ട്, ഇതിനൊരു വൈറ്റ് കളറും. ഒരെണ്ണത്തിനകത്ത് തന്നെ വ്യത്യാസമുണ്ട്. അതെനിക്ക് തോന്നുന്നത് ചെറുതാകുമ്പോൾ വൈറ്റ് ആയിരിക്കും, വലുപ്പം അനുസരിച്ചിട്ട് യെല്ലോയിലോട്ട് മാറുമെന്ന് തോന്നുന്നു ആ ഷെയ്ഡ്. അങ്ങനെയാ കേട്ടോ. ഇത് വേറൊരു ഐറ്റം. ഇത് നല്ല റൗണ്ടിൽ ഒരു ഷേപ്പ് ഡിസൈൻ ചെയ്തിട്ടായിരുന്നു. അത് ഇച്ചിരി വെട്ടമുള്ളിടത്ത് എടുത്താൽ മതി, അപ്പൊ നമ്മുടെ ഫേസ് കിട്ടും. ഇതാണ് മൂൺ ജെല്ലി. ജസ്റ്റ് ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട്. ട്രാവലിംഗ് തുടങ്ങിയിട്ട് 10-20 വർഷമായി. ഇപ്പോഴാണ് നമ്മൾ ആ ഒരു ഐഡിയയിലോട്ട് വന്നത്. ഇത് കൊള്ളാമല്ലോ. അതിന്റെ മേലത്തെ ആ ഫിഷ് ഒരു കണ്ടോ? മീനിന്റെ ഒരു ഡിസൈനാണ്. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്, ഫോട്ടോ എടുക്കാം കേട്ടോ. ശരിക്കും പല രീതിയിലുള്ള മീനുകളുടെ പോസിലാണ്, മീൻസ് പല ഡിസൈനില്. She's taking a picture of us. Let's look at her. ഇത് ശരി, ഇത് തന്നെ കൊഞ്ചെന്നൊക്കെ വേറൊരു സംഭവം. പറയുന്നത് ആമയായിരുന്നു അല്ലാതെ. ആമയല്ല, നമ്മുടെ കൊഞ്ചിന്റെ ഒക്കെ വേറെ ടൈപ്പാന്ന് പറയാം. ഷെല്ലാണത്. നമ്മുടെ തെങ്ങയിലിരിക്കുന്ന ജെല്ലി ഇതുപോലുണ്ട്, ചെല്ലി പോലല്ലേ, ചെല്ലി പോലെ ഉണ്ട്. അതിനകത്ത് തെരണ്ടി വന്നത്, തെരണ്ടി തെരണ്ടി ഇത് തെരണ്ടിയുടെ കുഞ്ഞായി കിടക്കുന്നത്. ഇത് തെരണ്ടിയാണ്. അത് വേറൊരു സംഭവം, റൗണ്ട് കിടക്കുന്നത്. അത് തെരണ്ടിയാ, അല്ല, ആ റൗണ്ട് പാമ്പിന്റെ പോലെ. അത് വേറൊരു ആമ പോലല്ലേ. ഇതെല്ലാം ഓരോരോ മത്സ്യങ്ങളാണ് കേട്ടോ. വലിയ തെരണ്ടിയാണ് പോകുന്നത്. ഗോൾഡൻ ഫിഷ് പോലുള്ള മീനുകളും ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് വലിയ വലിയ തെരണ്ടിയൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. Look, shark. Tuh, begitu. Tuh berenang-berenang, tuh banjang-banjang. Tuh. തെരണ്ടി നടക്കുന്ന നടപ്പുണ്ടോ? വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇങ്ങോട്ട് വാടാ. അത് ഇപ്പുറത്തോട്ടായി പോയി. അത് നമുക്ക് വേണ്ടി മുന്നോട്ട് വന്നാന്ന് തോന്നുന്നുണ്ടല്ലേ. അത് പോവാ. ഓക്കെ,
അതെ അവൻ കുറെ പ്രാവശ്യം വന്നു ഇങ്ങോട്ട്. അതേപോലെ നമുക്ക് വേണ്ടി പോസ് ചെയ്യുവാൻ. ഓക്കെ, അതിന്റെ ചെറുതും വലുതുമായിട്ട് കുറേ വേറെ എണ്ണം ഫിഷ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. ഓക്കെ, ഒന്ന് വന്ന് ഡൈവ് ചെയ്യും. ഇത് ശരിക്കും സ്രാവാണ്. ഫോട്ടോ എടുക്കണോ? ശരിക്കും നമ്മൾ അതെ, എന്നാലും നമുക്ക് ഇത് എടുത്തിട്ട് പോകണമല്ലോ. അത് എടുക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വൈഡാക്കി സൂം ചെയ്യാറ്. പല വെറൈറ്റീസ് ഓഫ് ഫിഷുകളാണ്. നമ്മുടെ കടുവടയൊക്കെ ഒരു ഡിസൈൻ